ജരാനരകൾ ബാധിച്ച് ഞരമ്പുകൾ തള്ളി വാർദ്ധക്യം ബാധിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ പ്രായമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവിടെ ആരെയും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കണ്ണീരിനോ വേദനയ്ക്കോ ആരും വില തരാനും പോകുന്നില്ല. അതിനൊരു മികച്ച ഉദാഹരണമാണ് മറിയക്കുട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ പട്ടിണി കിടന്നു മരിച്ചാലും ഇവിടുത്തെ അധികാരികൾ നിങ്ങളെ തിരിഞ്ഞു നോക്കുമെന്നും കരുതണ്ട. ഇത്രയൊക്കെ ദുഷ്കരമാണ് കേരളത്തിന്റെ അവസ്ഥ എങ്കിലും മന്ത്രിമാരുടെ വാഗ്ധോരണികൾക്കും പൊങ്ങച്ചങ്ങൾക്കുമൊന്നും ഒരു കുറവുമില്ല എന്നതാണ് സത്യം. സർക്കാർ ആശുപത്രികളിലാണെങ്കിലോ പല മരുന്നുകളും ലഭ്യമല്ല, പല സേവനവും അവിടെ സൗജന്യമല്ല, പരിശോധനകൾ പലതും പുറത്തുപോയി നടത്തേണ്ട അവസ്ഥയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമാകുന്നു. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമാകാൻ പോകുന്നു. മന്ത്രിമാരുടെ വാഗ്ധോരണികൾക്കും മുഖ്യമന്ത്രിയുടെ ഉദ്ബോധനത്തിനും ഒരു കുറവുമില്ല. സാധുക്കൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മനസ്സ് മടുത്തു. മുടങ്ങാത്തത് ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും പെൻഷനും. പെൻഷനായി കഴിഞ്ഞും വീണ്ടും നിയമനം ലഭിച്ച തോമസ്മാരുടെയും സീമമാരുടെയും ജോയിമാരുടെയും ഒക്കെ പെൻഷനും ഇപ്പോഴത്തെ അവരുടെ മുന്തിയ ശമ്പളവും സ്റ്റാഫും ഓഫീസും വാഹനവും വീടും ആനുകൂല്യങ്ങളും ഒന്നും മുടങ്ങില്ല. പെൻഷൻ മുടങ്ങിയതിനാൽ ആത്മഹത്യ ചെയ്ത ഹതഭാഗ്യനെ പറ്റി ആരും പ്രതികരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 600 തന്നത് ഞങ്ങൾ 1600 ആക്കി എല്ലാ മാസവും തരുന്നു എന്ന് പറഞ്ഞവർക്ക് മറിയക്കുട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അശരണയായ ആ വൃദ്ധയെ ചട്ടിമറിയ എന്ന് വിളിച്ച് ആക്ഷേപിക്കാം, അപമാനിക്കാം. നിങ്ങളെ വിമർശിക്കുന്നവരെയെല്ലാം നിങ്ങൾ അടച്ചാക്ഷേപിക്കും, ഇല്ലായ്മ ചെയ്യും, സൈബറിടങ്ങളിൽ പൊങ്കാലകൾ നടത്തി ആഘോഷിക്കും. മറിയക്കുട്ടിയുടെ നൊമ്പരം ഈ നാടിന്റെ ഗതികേടാണ്. നിങ്ങളത് രാഷ്ട്രീയമാക്കി തടി തപ്പാൻ നോക്കുകയാണ്. ഈ സാധുക്കളുടെ വേദന അറിയണമെങ്കിൽ വെറും സാധാരണക്കാരെ പോലെ നിങ്ങൾ സർക്കാർ വക ആശുപത്രികളിൽ പോയി നോക്കണം. വണ്ടിക്കൂലിക്ക് പണമില്ലാതെ ഒരു ഓട്ടച്ചായ പോലും കുടിക്കാൻ കാശില്ലാതെ വിധിയെ പഴിച്ച് അവിടെ വടിയൂന്നി എത്തുന്ന വൃദ്ധജനത്തെ കാണണം. അവരുടെ ആവലാതികൾ കേൾക്കണം. പല മരുന്നും ലഭ്യമല്ല, ഒരു സേവനവും അവിടെ സൗജന്യമല്ല, പരിശോധനകൾ പലതും പുറത്തുപോയി നടത്തണം. 1 മണിക്കൂർ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നാൽ ആർക്കും സങ്കടം വരും. ഞാൻ നേരിട്ട് കണ്ടതാണ്. എല്ലാ ദുഃഖവും അവർ ഡോക്ടറോട് മനസ്സ് തുറന്നു പറയുന്നത് അതവർക്ക് മരുന്നിനേക്കാൾ വലിയ ആശ്വാസമാണ്. പല ഡോക്ടർമാരും അവരെ വളരെ ക്ഷമയോടെ കേൾക്കുന്നതും കണ്ടിട്ടുണ്ട്. അവരുടെ പ്രൊഫഷനിൽ ലഭിക്കുന്ന പരിശീലനത്തിന്റെ ഫലമാകാം. നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ ആരും സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല. അവിടുത്തെ പരിമിതികളൊന്നും അവരറിയുന്നില്ല. വയസ്സായവരെ സംരക്ഷിക്കാത്ത മക്കളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഒപ്പം ഓൾഡ് ഏജ് ഹോമുകളും നാട്ടിൻപുറങ്ങളിൽ നിത്യവും കാണുന്ന കാഴ്ചയാണ്. ആരോടും പറയാനാകാതെ ദുഃഖങ്ങളും ആത്മരോഷവും ഒക്കെ ഉള്ളിലൊതുക്കി നീറിപ്പുകയുന്ന ഒട്ടനവധി വാർദ്ധക്യങ്ങളെ. അവർക്ക് ഏകാശ്രയം ഈ പെൻഷൻ മാത്രമാണ്. ആരോട് പറയാൻ?